ഒരാൾ ദിവസവും ഇതിനെ പാരായണം ചെയ്താൽ ഈ പാരായണം ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം അയാൾക്ക് ഷർറുകൾ ഇല്ലാതെയാകും. ഒരുവിധ ഷർറുകളും അയാൾക്ക് എത്തുകയില്ല. അവർ അവരുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് ചെന്നാൽ പോലും ആ ശത്രുക്കളുടെ കൈ നീണ്ട് അവരിലേക്ക് എത്തുകയില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. വളരെയധികം പല സമയങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇത്തരം വിഷമങ്ങളിൽ നിന്ന്, ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറാനുള്ള ഒരു മാർഗം മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. സുബ്ഹ് നിസ്കാരം. ഒരാള് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുൻപുള്ള 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. 2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള നിസ്കാരം അഥവാ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അവന് ദുനിയാവും അതിലുള്ള മുഴുവൻ ലഭിക്കുന്നതിലേറെ ഖൈറാണ്, ഗുണമാണ്. അപ്പോൾ അത്രയേറെ പവറുകളുള്ള, അത്രയേറെ പോരിശകളുള്ള ഒരു നിസ്കാരമാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. ഒരാൾ നമുക്ക് ഒരു 10 സെന്റ് ഭൂമി നൽകുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ ബിൽഡിംഗ് നമുക്ക് ഫ്രീ ആയി നൽകുകയാണെങ്കിൽ നാം എത്ര സന്തോഷിക്കുന്നവരാണ്. എന്നാൽ അതിലേറെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവിലുള്ള മുഴുവനും ദുനിയാവും കിട്ടുന്നതിലേറെ ഖൈറാണ്. അതോടൊപ്പം തന്നെ ഈ സുബഹിയുടെ മുൻപുള്ള 2 റക്അത്ത് നിസ്കാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതിന് വളരെ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതും വളരെയേറെ പോരിശകളും ഉള്ളതുമായ നിസ്കാരമാണ് സുബ്ഹിയുടെ മുൻപുള്ള 2 റക്അത്ത് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 റക്അത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നാണ്. ഈ 2 റക്അത്ത് നിസ്കാരത്തിൽ നാം ചില സൂറത്തുകൾ പാരായണം ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ മറ്റു ഒരുപാട് ഗുണങ്ങൾ മഹാന്മാർ പറയുന്നത് കാണാം. സൂറത്തുൽ ഇഖ്ലാസ് അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനയുമാണ് സുബഹിയുടെ മുൻപുള്ള 2 റക്അത്ത് നിസ്കാരത്തിൽ ഓതേണ്ടത്. മറ്റു മഹാന്മാർ, പല പണ്ഡിതന്മാരും പറയുന്നത് കാണാം, അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തും അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് തുടങ്ങുന്ന സൂറത്തുമാണ് ഓതേണ്ടത് എന്നും പറയുന്നത് കാണാം. തുടർന്ന് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത് കാണാം, ഈ 2 സൂറത്തുകൾ ഒരാൾ പാരായണം ചെയ്യുന്നത് നിത്യമാക്കിയാൽ, അലം നശ്റഹും അലം തറയും നിത്യമാക്കിയാൽ അയാൾക്ക് ബാസൂറയുടെ പ്രയാസങ്ങൾ വരികയില്ല എന്ന് കാണാം. നാം മനസ്സിലാക്കേണ്ടത്, ബാസൂറ അഥവാ മൂലക്കുരു, ഈ മൂലക്കുരുയുടെ പ്രയാസം വന്നാൽ അത് വലിയ വേദനയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാത്തവർക്ക് അത് ജീവിതത്തിൽ എത്താതിരിക്കാനും വന്നവർക്ക് അത് മാറാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഈ ഒരു രോഗം വരാതിരിക്കാൻ ഈ ഒരു 2 സൂറത്തുകൾ പാരായണം ചെയ്താൽ മതി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനയും, 1ാമത്തെ റക്അത്തിൽ കാഫിറൂന, 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ്. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു അലം നശ്റഹും അലം തറയും. ഈ 4 സൂറത്തുകളെയും ഒരുമിച്ച് കൂട്ടി ഓതലും പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അപ്പോൾ ആദ്യത്തെ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന ഓതി അതോടൊപ്പം തന്നെ അലം നശ്റഹ് പാരായണം ചെയ്യുക. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതോടൊപ്പം തന്നെ അലം തറ എന്ന് തുടങ്ങുന്ന സൂറത്തും പാരായണം ചെയ്യാൻ വേണ്ടി, ചെറിയ സൂറത്തുകളാണ്, നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇആനത്തു ത്വാലിബീനിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ഒരാള് 2 അലമിനെ അഥവാ അലം നശ്റഹ്
അലം തറ, ഈ രണ്ട് അലമിനെ ഒരാൾ സുബഹ് നിസ്കാരത്തിന്റെ സുന്നത്തിൽ അഥവാ ഫജ്റിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അലമുകൾ ഉണ്ടാവുകയില്ല, വേദനകൾ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മറ്റു പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ദിവസവും ഇതിനെ പാരായണം ചെയ്താൽ ഈ പാരായണം ചെയ്യുന്ന ദിവസങ്ങളിൽ എല്ലാം അയാൾക്ക് ഷർറുകൾ ഇല്ലാതെയാകും, ഒരുവിധ ഷർറുകളും അയാൾക്ക് എത്തുകയില്ല എന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എല്ലാവരും ഭയപ്പെടുന്നതാണ് പലവിധ ഷർറുകൾ. ഈ ഷർറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. സുബഹിയുടെ സുന്നത്തിൽ ഈ രണ്ട് സൂറത്തുകൾ ഓതിയവർ, അലം തറയും അലം നശ്റഹും ഓതിയവർ, അവർ അവരുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് ചെന്നാൽ പോലും ആ ശത്രുക്കളുടെ കൈ നീണ്ട് അവരിലേക്ക് എത്തുകയില്ല എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശത്രുക്കളുടെ ഷർറിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കൂടി ഉപകരിക്കുന്ന സൂറത്തുകളാണ് സുബ്ഹിയുടെ 2 റക്അത്ത് നിസ്കാരത്തിലായിട്ട് അലം തറയും അലം നശ്റഹും ഓതുന്നത്. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹും, രണ്ടാമത്തെ റക്അത്തിൽ അലം തറയുമാണ് പാരായണം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും ഓതിയാൽ അത് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തു തന്നെയാണെങ്കിലും സുബ്ഹിയുടെ മുൻപുള്ള 2 റക്അത്ത് ഞാനടക്കമുള്ള നാം എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹു വിജയത്തിലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.